ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ കാശ്മീർ വ്ളോഗിൻ്റെ ഡേ 4 ആണിന്ന്. ഇന്ന് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആ ഒരു തണുപ്പിലിരുന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറേ ജ്വല്ലറീസൊക്കെ ആയിട്ട് വന്നത്. അയാളുടെ കയ്യിൽ വാച്ചസ് ഉണ്ടായിരുന്നു, റിങ്സ് ഉണ്ടായിരുന്നു, കമ്മലുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്ക് ഷിക്കാര ബോട്ടുകൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഷിക്കാര ബോട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ കുറേ റീൽസും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ സൈഡിൽ ഇതേപോലൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൽ നടന്നിട്ടും ഒരു ലേക്ക് ഫേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ 3 ഫാമിലീസിന് 3 ഷിക്കാര ബോട്ടുകളാട്ടോ വന്നത്. അപ്പോൾ ഒരു ബോട്ടിൽ ഞാനും ഞങ്ങളുടെ ഫാമിലിയും കയറി. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതേപോലെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരാൾ വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ അതിൻ്റെ വിത്തുകളൊക്കെ അയാളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഇതേപോലെ ട്രഡീഷണൽ ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ മൂന്നാളും നമ്മൾ കപ്പിളായിട്ടും മക്കളെ ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരാൾ വന്നിട്ട് കുറേ ഇതേപോലത്തെ ഐറ്റംസൊക്കെ കാണിച്ചു തന്നു. ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മളെടുത്തത് ഒരു ബോട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഡാൽ ലേക്ക് മൊത്തം കവർ ചെയ്തു. ഈ ഡാൽ ലേക്കിൻ്റെ ഓരോ സൈഡിലായിട്ടും ഇതേപോലെ ഓരോ ഫ്ലോട്ടിംഗ് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് അവർ സൈഡാക്കി തരും. അപ്പം നമുക്ക് പെഹൽഗാമിൽ എത്തേണ്ടതുകൊണ്ട് നമ്മൾ ഡാൽ ലേക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പെഹൽഗാമിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷോപ്പ് കണ്ടു. നല്ല ക്വാളിറ്റിയുള്ള സാഫ്രോണ്, ഡ്രൈ ഫ്രൂട്ട്സ്, കാവപ്പൊടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. അതിന് ശേഷം വീണ്ടും പെഹൽഗാമിലേക്ക് യാത്ര തുടർന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു, കുറേ ആപ്പിൾ കഴിച്ചു. നല്ല രസമുള്ള ആപ്പിളായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു ആപ്പിൾ കഴിച്ചപ്പോൾ. അങ്ങനെ നമ്മൾ വീണ്ടും പെഹൽഗാമിലേക്ക് യാത്ര തുടർന്നു. നല്ല രസമുള്ള കുറേ കാഴ്ചകൾ കണ്ടു. കാശ്മീരിനെ ഓട്ടം സീസണിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പെഹൽഗാമിൽ റീച്ച് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ ഹോഴ്സ് റൈഡാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പെഹൽഗാമിലെ മറ്റു വിശേഷങ്ങളൊക്കെ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ തീർച്ചയായിട്ടും കാണും. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.